ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ വൈദേഹിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ വൈദുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമുക്ക് അതിന് പോകണം. പക്ഷേ ഒരു കാര്യം, അവരിവിടെ ഉണ്ട് കേട്ടോ. അവർ ഇന്നലെ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. പിന്നെ അപ്പോൾ ഇവിടെയാണ് അവർ കിടന്നുറങ്ങിയതൊക്കെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്, എല്ലാവരും എഴുന്നേക്കൂ. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ രണ്ട് സാധനങ്ങളെ കാണിച്ചു തരാം. വൈശ്യുതേണ്ട കിടക്കുന്നു, വൈശ്യുതേണ്ട കിടക്കുന്നു. ഭയങ്കര ഉറക്കമാണ് രണ്ടുപേരും. ഇപ്പം ഞാനിവിടെ ചായ ഇട്ടിട്ടുണ്ട്. അവർക്ക് കുടിച്ചിട്ട് പോകാനാണ് കേട്ടോ ചായ. അവർ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങും. ഇനി അവിടെ ചെന്നിട്ട് എല്ലാം റെഡിയാക്കണ്ടേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അവർ ഇപ്പം തന്നെ പോകും കേട്ടോ. ഒന്നുമില്ല ഒന്നുമില്ല. എൻ്റെ പൊട്ടടിച്ചോണ്ട് പോകുന്നു. ടാറ്റാ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആകല്ലോ വരണേ. അവിടെ വന്ന് പണിയെടുക്കാനുള്ളതാ. ഞാനിവിടെ വരുന്നവരെ പണിയെടുപ്പിച്ചാ ജീവിക്കുന്നത്. അന്നേരം ഞാൻ അങ്ങോട്ട് ടാറ്റാ. ഐശ്വപ്പെണ്ണിട്ട് രാവിലെ ഒരു ജോലി ഇല്ലല്ലോ അല്ലേ? എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതല്ലേ ഇത് കൊണ്ടിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓട്സ് മതിയല്ലോ അല്ലേ? നീ അങ്ങനെ എടുത്തിട്ടായിരുന്നോ? ഒന്ന് പോയിച്ചേ. ആ ഫ്രണ്ട് ഇതുപോലെ ഇരുന്നേ, ഞാൻ പോയിച്ചില്ലേ. എങ്ങനെ കഴിവിയതാണോ? ഇല്ല, കഴിവി വെയിലത്തങ്ങട് കഴുകാൻ പോവാട്ടാ. പൊന്നേ, ധാരായി നിക്കുന്നേ. ഐശ്വര്യ റായിയോ ഏട്ടെന്ന് പോന്നു കേട്ടോ. സൺഡേ ഈസ് എ ഹോളിഡേ എന്നാണല്ലോ. ഞങ്ങളിപ്പോ ഒരുങ്ങാം. കുളിച്ചൊരുങ്ങുന്ന താമസം. അപ്പം നമ്മൾ റെഡി ആയിട്ട് കാണാം കേട്ടോ. ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആക്കാന്ന് വിചാരിച്ചു. 1:30. അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. വേണ്ട, അവിടെ ഇല്ല. അവിടെ 2 വിരുന്നുകാർ വരുന്നവരെ കാണണം ഞങ്ങൾക്ക്. അവിടെ 2 വിരുന്നുകാർ വരുന്നുണ്ട്. അപ്പം നമുക്ക് അവരെ കാണാം. സർപ്രൈസ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല ആരാന്ന്. ഓക്കെ, ഞാൻ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വരാം കേട്ടോ. താക്കോല് ഇവിടെ വെച്ചാരെ, അല്ലെങ്കിൽ വേണ്ട കൊണ്ട്
നല്ലോണം അവിടെ ടാറ്റാ. അപ്പൊ അവര് ബുള്ളറ്റ് ഇവിടെ വെച്ചിട്ട് കാറും കൊണ്ടുപോയി. ടാറ്റാ. സീറ്റ് ബെൽറ്റ് ഇടണേ, ദേവു ഇടണേടി. കാറ്റ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കാറ്റ് പോകും. പമ്പിക്ക് വീഴുമ്പോഴേ വൈശിക രാവിലെ എഴുന്നേറ്റ് ഏത്തക്ക കഴിഞ്ഞു വന്നു ഇയാള്. ഓട്സ് ഇവിടെ കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഓർത്തത്. 2 വിരുന്നുകാർ വരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പം അവരെ വിളിക്കണമെങ്കിൽ കാർ കൊണ്ടുപോയെങ്കിൽ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ അന്നേരം പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടാണ് ഓർത്തത്. അങ്ങനെ പിന്നെ തിരിച്ച് വിളിച്ചപ്പോൾ അവർ കുറച്ച് അപ്പുറത്ത് എത്തിയതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് കാർ എടുത്തുകൊണ്ട് പോയതിനാണ് കേട്ടോ. ഞങ്ങളിനി ബൈക്കിലോ കാണും സ്കൂട്ടറിലോ അങ്ങനെ എങ്ങനെയും പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇപ്പോൾ പോകും, ഇപ്പോൾ കുറച്ച് റെഡി ആവുന്ന നേരം താമസമുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങും. അപ്പം ഇനി റെഡി ആയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ഞങ്ങളിനി അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അതാണ് അവരുടെ വീട്. ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം. ഏട്ടൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ടങ്ങ് പോയി കേട്ടോ. ഏട്ടന് ജോലിക്ക് പോകണം. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേക്കാരി. ഇവരിവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇവരിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നേ. അമ്പലത്തിൽ പോയോ? കുറിയൊന്നും ഇട്ടില്ലയോ? വൈശിക ഇഡലി തിന്നാണ് അല്ലേ വൈശിക? നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ? എന്താണ്ട് പറയുന്നു. കഴിക്കുക വൈശിക. വൈശിക തനിയെ കഴിക്കുക. നിങ്ങക്ക് വാരി തന്നോ? അവിടെ അല്ല, അപ്പുറത്ത് പോയിരുന്ന് കളിക്കാം. അപ്പുറത്ത് പോയിരുന്ന് കളിക്കാം. അത് അമ്മമ്മയുടെ കട്ടില. പോ. വൈശിക എന്നെ കൊണ്ട് പോയി പൂവൊക്കെ പിച്ചിക്കൊണ്ട് വന്നേട്ടാ കളിക്കാൻ. ഇവിടെ 2 പേര് തോണ്ടേ ഇരുന്ന് ഫോണ് കാണുന്നു. എന്തൊരു ഒത്തൊരുമ. എപ്പോഴും ഇതുവരെ ഇരുന്നായിരുന്നെങ്കിലോ. നിങ്ങൾ 2 പേരുടെ എന്തോ കാണുന്നേ? വൈശിക എന്ത് കൊടുക്കുക? വൈശികയോ? വൈശിക എന്തിവിടെ ചെയ്യുന്നേ? വൈശിക വൈശിക എന്ത് ഇവിടെ ചെയ്യുന്നേ? ദേവ് ഇവിടെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിലൊന്നും കാണാത്ത. അവർ ബിരിയാണി ഉണ്ടാക്കുക. അതും നീന്തോന്നും ഞാൻ കാണിക്കുന്നില്ല. ഫുൾ തിരക്കാണ്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാം കേട്ടോ. പരിപാടി വൈശിക എന്തോ തിന്നുന്നേ? പൊരിയാണോ? പാപ്പമാണോ? കളയാതെ തിന്ന്.
ഇവിടെ രണ്ടുപേരും എന്ത് തിന്നുന്നേ? ഏ ഞാൻ വീഡിയോ എടുത്തോണ്ടില്ല, അവള് വീഡിയോ എടുത്തോണ്ടിരുന്നയാ. ഇങ്ങനെ ഇവിടെ രണ്ടുപേരും ഇരിക്കുന്നത്. നിങ്ങളെവിടെ പോയിട്ട് വന്നയാ? കറങ്ങാൻ പോയോ? സ്ഥലമൊക്കെ കാണാൻ പോയോ? പള്ളി പോയോ? എവിടെ പോവാ? മൂന്നേരോട് ഇങ്ങോട്ട് വാ. വൈശികേ ഇങ്ങോട്ട് വാ. അങ്ങോട്ടെങ്ങും അല്ല, വാ. വൈശികേ, നീ ഏതാ ഈ കാട്ടിനകത്തോട്ടൊക്കെ കയറി പോന്നെ? വാ അമ്മ, എന്നെയും കൂടെ കൊണ്ടുപോവാന്നോ നീ? പോ. ഇവിടെ പട്ടി ഉണ്ടായിരുന്നോടെ? ഇന്നില്ലെന്ന് പറഞ്ഞ. ഇതെപ്പോ കൊണ്ടുവന്ന്? മുട്ടൻ പട്ടി. എന്തൊരു പട്ടിയത്? റോഡ് വീലർ. ഐശ്വര്യയുടെ പാതി ജീവൻ പോയി. ഹായ്, ഹലോ ഹലോ. വൈശികേ, പട്ടിയൊക്കെ ഉണ്ടോ? ഓ, മുട്ടൻ പട്ടിയില്ല. ആ പേടി. അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. വാ വാ, ഇങ്ങോട്ട് വാ. അവിടേക്ക് ഉരുണ്ട് വീഴും. വാ 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 വാ, അപ്പുറത്തോ. വാ. ദേ കിടന്ന് ഓടുന്നതേ, ഉരുണ്ട് വീഴേ. കണ്ട ഈ ചെടി കണ്ടോ? ചേമ്പല. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു അതിനകത്ത് പെയിന്റ് അടിച്ച് വെച്ചേക്കുവാന്ന് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴെല്ലാത്തിനകത്തും ഒരേപോലെ. ഇത് കണ്ടോ കുഞ്ഞത്? വീട്ടിലൊക്കെ വളർത്താൻ നല്ലതായിരിക്കും ഇല്ലയോ? ഇവിടെ കണ്ടൊരു കുഞ്ഞ തൈ ഉണ്ടായിരുന്നല്ലോ. യെസ്, കളിച്ച്. ഞാൻ ആദ്യം ഇതാ കണ്ടത് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് നിന്ന് കണ്ട കുഞ്ഞതാ പൊടി. കൊള്ളാല്ലേ? ഇവിടെ എല്ലാം ഉണ്ട് കുഞ്ഞത്. വേണ്ട ദേദോ. വൈശു വാ, ഇവിടെ വാ. ഇവിടെ വാ. കണ്ട വേറെ കാണിച്ചു തരാം. കണ്ട പിച്ചുന്നല്ല വാ, പഴുത്തില്ല. പച്ച, പച്ച പച്ച. കളിക്കാൻ അങ്ങനെ തന്നൂടാ. അത് തിന്നുന്ന സാധനം. അത് തിന്നുന്ന സാധനമാവേ. കരിഞ്ഞതോ? ഓട്ട വാങ്ങാ 3 എണ്ണം കൂടെ കിടന്ന്. ഓ പോന്ന് കണ്ടില്ലയോ? എന്നണ്ടൊക്കെ പറയുന്നു. ദോണ്ടേ, ദോണ്ടേ ദേവ്. ദോണ്ടേ. നമ്മൾ വിചാരിക്കേണ്ട വലിയ കാര്യമാണ്, അതൊന്നും കാണത്തില്ല. പോവാന്ന് കേട്ടോ, വിളിക്കുന്നു. ബാ പോവാന്ന് ദേവ്, ബാ പോവാന്ന്.
നോക്കി ഇറങ്ങണേ. ഇതിപ്പോ എന്നെ ഇറങ്ങാനാന്നല്ലോ ആള് വേണ്ടത്. വാ, വരുന്നില്ലയോ? വാ. കാടും മലയൊക്കെ താണ്ടി പോണല്ലോ ദൈവമേ. അയ്യോ, താഴോട്ട് നോക്കല്ലേ കേട്ടോ, മേളിലോട്ട് നോക്കിപ്പിക്കും. താഴോട്ട് നോക്കിയാൽ ചിലപ്പോ തലയിറങ്ങി താഴെ വീഴും. കണ്ടില്ലേ ഇവിടെ കുഴിയാണ് ഗൈസ്. പണ്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇവിടെ ഓടി കളിക്കുമായിരുന്നു. ഞങ്ങള് വർഷത്തിലൊരിക്കലല്ലേ ഇവിടെയൊക്കെ വരുന്നേ, ഓണത്തിനോ ഉത്സവത്തിനോ അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ. ഇവിടൊക്കെ ആളുതാമസം ഉണ്ട് കേട്ടോ. ആ ഈ വീട് രണ്ടും ആളില്ല. ഇതിലെ ലൈഫ് ഭവന പദ്ധതിയാ. ഇവിടൊക്കെ ആളുതാമസമായി ഇതുകൊണ്ട് ആ വീടൊക്കെ അടിപൊളിയാക്കി വെച്ചിരുന്നു അല്ലേ. റോഡ് മൊത്തം വെള്ളം. വേണ്ട, അടിപൊളി പൂവ്. യെസ്, ആണോ? ഈ വീട്ടിലെ പണ്ട് വിഷണം വന്ന് ക്വാറന്റൈനിൽ ഇരുന്ന്. നമ്മളപ്പോ ഒരു ഫാം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ വെള്ളത്തിനങ്ങ് ഇറങ്ങിക്കൊള്ളാൻ വയ്യ ഒരാൾക്ക്. അയ്യേ, എന്റെ ചെരുപ്പെല്ലാം കുളമായാലും കുളം. പഴയ ചെരുപ്പ് ഇട്ടാ മതിയായിരുന്നില്ലയോ? അപ്പൊ ഇവരാണ് കേട്ടോ ഞാൻ രാവിലെ പറഞ്ഞ വിരുന്നുകാര്. അപ്പൊ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വന്നത്. അപ്പോൾ ഇവരുടെ കൂടെ രാജസ്ഥാനിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ സാറിന് കൂടംകുളത്താണ് വർക്ക്, അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പം രണ്ടുപേരും അവിടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം നാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് അവർ കൂടംകുളത്തോട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ശരത് സാറും സ്നേഹ ചേച്ചിയും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ അവരുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അവരെ കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വെച്ചാൽ എല്ലാവർക്കും ഒരു ഇത് കാണുമല്ലോ, ബുദ്ധിമുട്ട് കാണും ആദ്യമായിട്ടൊക്കെ യൂട്യൂബിൽ വീഡിയോയിലൊക്കെ വരുന്നത്. പക്ഷെ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചതൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ ഫുള്ള് പോയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വൈശിക ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത് പറയുകയും ചെയ്തു. അവൾക്കും ഭയങ്കര വിഷമമായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വിഷമമായി പുള്ളിക്കാരിക്ക്. വൈശു മാമനുമായിട്ട് ഭയങ്കര സെറ്റായി. അല്ല വൈശിക ഇല്ലൂടെ, വൈശിക മാമനുമായിട്ട് സെറ്റായി. ഉണ്ട്, ആടിനെ കാണിക്കാൻ പോയി അവളെ. പക്ഷെ ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഇതെന്തോ ഇതില്ല, തക്കാളിയാണോ അല്ലേ? പിന്നെ ചെറിയോ എന്ത് കാണിച്ച തക്കാളി? ഇത് കുഞ്ഞു തക്കാളിയല്ലേ? എന്ത് കാണിച്ചു? തക്കാളിയല്ല, മറ്റേ ചെറിയില്ലേ, റെഡ് കളറാവും. അതിന്റെ ഫോട്ടോ എന്റെ കയ്യിൽ കിടപ്പുണ്ട്, ഞാൻ തരാം. കൊള്ളാം, പച്ച പിടിച്ചു വരുന്നേ ഉള്ളൂ. കൊറേ മരങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ അതിവിശാലമായ, ഇത് ഏത് കായലടി ദേവു? ഇത് ഏത് കായലാടി എടി ദേവു? കല്ലിയടവ് കായലോ? ആണല്ലേ. ദൈവമേ, എന്റെ ഫോണെ കാണാൻ തട്ടി തറയി വീഴണം. രസം. നല്ല മഴക്കോളുണ്ട് കേട്ടോ. മഴ പെയ്യുന്നു. കായലാണ് ഇത്, കായല. കേറി നിക്കാൻ പോലും സ്ഥലമില്ല. പോവാ നമുക്ക്. ഭയങ്കര മഴ. അങ്ങനെ അതിസാഹസികമായി ഞങ്ങളെല്ലാവരും ഓടിക്കേറി. മഴ തുടങ്ങി. ഹായ്.
അത് മൊത്തം ഒരുമിച്ച് വാങ്ങിച്ചിട്ട് നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ, വെറും അയ്യായിട്ട് കിടന്നതാ. ഇത് ചേച്ചിയുടെ അല്ലയോ? കഴിക്ക്, മാറി കഴിക്ക്. മറ്റേത് കുത്തിയിട്ട് പിന്നെ പൊടി പൊടി ആക്കുമെന്നോ? ഇത് അരച്ചു തിന്നുവെന്നോ? വശു നന്നായിട്ട് വാരി തിന്നെ. വൈശി കണ്ടു ഇവിടെ കിടന്നൊക്കെയാ കഴിക്കുന്നത്. വൈശി അങ്ങ് വിശന്നു പോയി കേട്ടോ. ഇല്ലേ ബാബേ? എഴുന്നേറ്റിരുന്ന് കഴിക്ക്. കിടന്നാന്നോ കഴിക്കുന്ന ഫുഡ്? കണ്ടോ? വൈശിയെ കുഴഞ്ഞു കിടക്കുക. എഴുന്നേറ്റിരിക്കെ കഴി പിച്ചിടണോ? ഇതാരായി വരുന്നേ? ആരായി വരുന്നേ? അമ്മൂമ്മ കേക്ക് കേട്ടാന്നല്ലേ വരുന്നേ? മുമ്മേ അപ്പൂപ്പൻ എന്ത് ചെയ്യേ മുമ്മേ? ആണോ? ആരാ വരുന്നേ? ആരാ വരുന്നേ? ഓ അമ്മൂമ്മയെ കണ്ടതിൻ്റെ ഒരു പുലിക്കം കണ്ടില്ല. ഇതുകൊണ്ട് ഇല്ല വരുന്ന നേരം നോക്കിയേ. അയ്യോ ആള് മാറിപ്പോയി. അങ്ങോട്ട് നോക്കിക്കോ, ഇപ്പൊ ഒരാള് വരും. ഇപ്പൊ വരുന്നാണ്ട് അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. വിളിക്കണേ? ആരാത്? ആരാത്? ആരാ വരുന്നേ? ആരാ വരുന്നേ? ഐശിക ആരാ വന്നേ? ആരാ? 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 ആരാന്ന് പറ. തയ്ച്ചു കഴിഞ്ഞമ്മേ? ആ കൊറേ ബലൂണുണ്ടല്ലോ. കേക്ക് ഇവരങ്ങോട്ട് മേടിച്ചത് ഏട്ടൻ ഇപ്പഴേട്ടാ പോണ്ടേ? കാണുന്ന ആർക്കാ? പിള്ളേർക്ക് തിന്നാനില്ലേ? ഇപ്പൊ പറക്കി തിന്നൂടാ. കാര്യം പറയാം, ഒറ്റ മുട്ടായിക്കകത്ത് കൊണ്ടാക്കരുത് കേട്ടല്ലോ. എല്ലാം എനിക്കുള്ളത്. അയ്യോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിന്റെ മേലെ കട്ടേ
ചാട ബർത്ത്ഡേ ആണോ? ആദ്യം കൊടുക്കണം. നീ മേടിച്ചോ? താങ്ക് യു. ഓ വലിയൊരു പീസ് കടിച്ചങ്ങെടുത്ത്. ഇങ്ങ വാ രണ്ടുപേരും വാ. അവളെ താഴെ നിർത്തച്ചാ, നിർത്തി കൊടുക്ക്. ഓ അവിടെ മൂക്കിനകത്തെല്ലാം പറ്റി. വൈദ്യുനിച്ചെടുത്ത് കൊടുക്ക്, വൈദ്യുനിച്ചെടുത്ത്. വീഡിയോ എടുക്കണോ? മോളെ ഇച്ചിരി എടുത്ത് കൊടുക്ക്. അപ്പോൾ ഇവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ദേവും ചേട്ടനോട് നേരത്തെ വാങ്ങി വെച്ചതാണ് കേട്ടോ ഈ ഗിഫ്റ്റ്. ഒരു വാച്ച്. അപ്പോൾ അവൾ കുറേ നാളുകൊണ്ട് പറയുന്നതാണ് ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൾക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേകം നേരത്തെ കൂട്ടി വാങ്ങി വെച്ചിരുന്നതാണ്. അവളെ കാണിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പം ഈ ഒരു പ്രായത്തിൽ എക്സൈറ്റ്മെൻറ്റൊക്കെ കുറച്ച് കുറവായിരിക്കും കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് ആവണം. ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴാണ് പിള്ളേർക്കൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇങ്ങനെ അതിനോടൊരു ഇതൊക്കെ തോന്നുന്നത് കേട്ടോ. ഒരു സർപ്രൈസിങ് ആയിട്ടൊക്കെ വരുന്നത്. ഇപ്പം വലിയ ഇതില്ലാത്ത രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ കൊള്ളാം എന്നുള്ള രീതിയിലായിരിക്കും കേട്ടോ. എന്നാലും അവളെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സർപ്രൈസ് ആയിക്കാണ്. വൈഷുവിന് ഒരു ഇതുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട് വൈഷുവിന്. അതായത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവള് ചിലപ്പോൾ മൈൻഡ് ചെയ്യാതൊക്കെ പോകും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് വൈഷുവിന്. ഇവക്ക് പിന്നെ കുറച്ചും കൂടി ഒരു ഇതുണ്ടായിരുന്നു. ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എന്താ അത് നോക്കാനുള്ള ഒരു ഇതെങ്കിലും ഉണ്ട് കേട്ടോ. വൈഷുവിന് അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കാറില്ല. കേക്കാണ് ഈ മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ മിഠായിയാണ് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലോട്ടേ വൈഷു പോകുള്ളൂ കേട്ടോ. ഇവള് പക്ഷേ അത് പൊട്ടിക്കുമ്പോഴൊക്കെ എന്താണ് നോക്കാം എന്നുള്ള ഒരു ആകാംക്ഷയുണ്ട് ഇവൾക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച ഗിഫ്റ്റ്. അപ്പം അങ്ങനെ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് മിക്കവാറും എല്ലാവരും കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ വള മാല എന്നൊക്കെ. വൈഷുവിൻ്റെ കൂട്ടല്ല കേട്ടോ. വൈഷുവിന് ഇങ്ങനെയൊന്നുള്ള കാര്യത്തിൽ അത്ര താല്പര്യമില്ല. നമ്മൾ മേടിക്കുമ്പം കൊള്ളാമെന്ന് പറയും. ഇവക്ക് പക്ഷേ അങ്ങനെയല്ല. വള മാലയൊക്കെ ഒരുപാട് ഇങ്ങനെ കാണുന്നതും ഇടുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് അറിയാവുന്നതുകൊണ്ട് ഡ്രസ്സും ഇഷ്ടമാണ്. അവൾക്ക് അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ഡ്രസ്സ് ഇങ്ങനെ വള മാല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പോയിട്ട് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഏട്ടൻ കുറേ മുട്ടായി കൊണ്ടുവന്നു കേട്ടോ. അതാണ് അവിടെ ഇട്ടിരുന്നില്ലേ, കുറേ ഡയറി മിൽക്ക്, മഞ്ച്, പിന്നെ മിൽക്കി ബാർ, അങ്ങനെ കുറേ മുട്ടായികൾ കൊണ്ടുവന്നു. കണ്ടോ അടുത്ത ഗിഫ്റ്റ് കിട്ടില്ല. ഓക്കെ കണ്ടോ കിടന്നപ്പോഴല്ലേ അപ്പോൾ ഞാൻ കേക്ക് മുറിക്കാൻ പോകട്ടോ. ഒരു കേട്ടടമുണ്ട്, അത് നോക്കിയാൽ അല്ല ഇപ്പൊ തുടങ്ങിയാൽ മതി. ഇവരെ കിഴക്കേ പ്രശ്നം വിട്ടാമല്ലോ. നല്ല കാറ്റുണ്ട്. കൊടു രാജേട്ടൻ ബ്ലോക്ക് ചെയ്ത്. ഒന്നുകൂടെ വെച്ചാ മോളെ, ഞാൻ കട്ട് ചെയ്തിട്ടോ. ഒന്നുകൂടെ വായി വെച്ചാ. രാജേട്ടൻ കൊടുക്കട്ടെ. കിട്ടിയോ? അമ്മമ്മേ പറഞ്ഞതേ ഇല്ല. ചെയ്യാൻ വിളിക്കാൻ കുഞ്ഞോ, നോ മാൻ, നിങ്ങൾ മാറ്. ഞാൻ അച്ചാച്ചൻ തരുന്നു കേക്ക്. കൊടുത്തോ? ഞാനും കൂടെ മിസ്സാവരുതല്ലോ. അതവിടെ വിരുന്നുകാർ പോവുകയാണ് ഇവിടുന്ന്.
ദാ വരുന്നേ. വൈദു ഇതാരാ? വൈദു ഇതാരൊക്കെയാ? വൈദു വൈദു ഇതാരൊക്കെയാന്ന്? ഇവർ രണ്ടുപേരും ആരൊക്കെയാ? ഫോട്ടോ എടുക്കാനോ? അതാ പോകുന്നില്ലയോ കൂടമ്പളത്തിന്? ചേച്ചി അതാ പെട്ടെന്നങ്ങ് മാറിയത്. മുഖം പെട്ടെന്നങ്ങ് മ്ലാനമായി. അല്ല തിരിച്ച് കൂടമ്പളത്തിന് പോവാന്ന് പറഞ്ഞ കുറച്ചുകൂടി എന്തൊക്കെ പറഞ്ഞത്. എന്തോ എടുക്കുന്ന എന്തിനാ? ചാച്ചു ഇതുവരെ ശരത്ത് മാമന്റെ ദേഹത്തായിരുന്നു പട്ടി കാണാൻ പോവാൻ. പേടി വന്നാ പട്ടിയെ കാണിയും വേണം. ഓ അവൻ്റെ ഇതുണ്ടോ? ടാറ്റാ. എന്നെ അടിക്കാനുള്ള കാശ് അക്കൗണ്ടില്. ഗൂഗിൾ പേ പഴയ നമ്പർ തന്നെ. ഏട്ടാ പോവാന്നോ? എന്താ പറയാ, ഈ ഗ്യാപ്പിലാണ് എന്നെ അടിച്ചിട്ട് ശരിയാ മുങ്ങാം. ഏട്ടൻ വരിക, ഞാൻ എന്തെങ്കിലും മുങ്ങട്ടെ. ആ പിന്നെ ഇല്ല, ഏട്ടൻ വരാൻ ലേറ്റ് ആവുമായിരിക്കും. എന്നാ പൊക്കോ. പോണേ പൊയ്ക്കാ, കുഴപ്പമൊന്നുമില്ല. പോണേ പൊയ്ക്കാ, കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ ഞാൻ വരണ്ടല്ലോ. നിനക്ക് ഞാൻ കേൾപ്പിച്ചേരാ ലേശടാ. രഹസ്യങ്ങളൊക്കെ പറഞ്ഞൂടാ. വൈശിക പോവാന്നോ? ശരത്തോന്റെ കൂടെ പോവാന്നോ? ടാറ്റാ ടാറ്റാ. എവിടം വരെ പോവും? കൂടംകുളം വരെയോ? എന്റെ മാമ എങ്ങനെ ആരും കൊണ്ടുപോണ്ടാന്ന് താഴെ നിർത്താനെന്ന് കേട്ടോ. അവക്ക് കുശുമ്പ അവളെ മാത്രമേ കൊണ്ടുപോവുള്ളൂ. അതാ ഉമ്മച്ചിയുടെ കൊടുക്ക്. ഉണ്ടെങ്കിൽ നാളെ തന്നെ. അല്ല വേറൊന്നും ഇല്ല അന്നേരം പിന്നെ. ടാറ്റാ. ഓ നാളെ അങ്ങോട്ട് വരാന്ന് ഞങ്ങള്. ടാറ്റ. കാണാൻ പറ്റിയല്ലോ എന്തായാലും. നമുക്കും കൂടെ കാറി കയറി കൊണ്ടുപോകുന്നു. ഐശികയ്ക്കാ വിഷമം. പോയി വൈശികേ.
പോയി. മാറ് വൈശു മാറ്. വൈശയ്ക്ക് അവരുടെ കൂടെ പോണായിരുന്നോ? അയ്യോ അവര് പോയി. കൊണ്ടുപോയില്ലയോ? ഫോൺ വിളിച്ച് പറയട്ടെ തിരിച്ചു വരാൻ. പോ അങ്ങോട്ട് പോ, കൈ കഴുകൂ. ചെല്ലു. അയ്യേന്റെ ഉടുപ്പ് വെച്ച് തേച്ചോ? അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കേട്ടോ. അപ്പം അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ വൈകിട്ട് ഫുഡൊക്കെ കഴിച്ചു. അച്ഛനെ അമ്മയും കൊണ്ടുവിടണമായിരുന്നു. അങ്ങനെ അവർ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കിടന്നുറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഒരു സമയം 10-11 മണിയൊക്കെ ആയി. ഇപ്പോഴാണ് വന്നത്. അപ്പം ഏട്ടന് വേറൊരു വഴി വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പോയി അവിടുന്ന്. പിന്നെ ചേട്ടനാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവിട്ടത്. കാറിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി, ബുള്ളറ്റ് എടുത്തിട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബൈ. അപ്പോൾ വാവയും വൈശു കൂടെ ഉണ്ട് കേട്ടോ. വേണ്ടേ രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറയുന്ന കേട്ടപ്പോൾ രണ്ടുപേരും ഓടി വന്നതാണ്. ടാറ്റ ബൈ ബൈ. ടാറ്റാ. മാവേ മാവയും കൂടി പറ. മാവ എന്ത് ചെയ്യും ഇവിടെ? ടാറ്റ പറ. മാവ എന്ത് ചെയ്യും ഇവിടെ? ടാറ്റ പറ. മാവ എന്ത് ചെയ്യുവാ? ഭയങ്കര ബിസിയാണ് കേട്ടോ. മാവ ഇവിടെ പടം വരയ്ക്കുന്ന സാധനമൊക്കെ എടുത്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.